എല്ലാവിധ ആശംസകളും. വിദ്യാർത്ഥികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. സിനിമയെ പറ്റി കൂടുതലൊന്നും പറയാനില്ല എനിക്ക്. നിങ്ങളെപ്പോലെ ഒരു മത്സരത്തിൽ പങ്കെടുത്ത പോലെയാണ് ഞങ്ങൾക്ക് ഈ സിനിമ. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവതരിപ്പിച്ചൊരു കലാപരിപാടിയാണ് ആലപ്പുഴ ചിങ്കാന. അതിന് നിങ്ങൾ ഏപ്രിൽ മാസം തിയേറ്ററിൽ വരികയാണ് ആ സിനിമ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും തന്നെ പോയി കണ്ട് ഞങ്ങൾക്ക് 1ാം സമ്മാനം തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വരാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ഈ സിനിമയുടെ പാർട്ടാവാൻ സാധിച്ചതിലും ഒത്തിരി സന്തോഷം. സിനിമ എല്ലാവരും അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല. എല്ലാവരും തിയേറ്ററിൽ കാണാനുള്ള പടമുണ്ട് എന്തായാലും. ഇതൊരു വലിയൊരു ടീമിന്റെ ഒരു പടമാണ്, ഒരു സ്റ്റോറി അബൌട്ട് ഫ്രണ്ട്ഷിപ്പ് അല്ലെ. അപ്പം ഈ സിനിമയുടെ സെറ്റിനിടയിൽ ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം അങ്ങനെ ചോദിച്ചാൽ എന്തോ? ഒന്നൊന്നുമില്ല. 2-3 ഇടി മറക്കാൻ പറ്റാത്ത ഇടികളുണ്ട്. പിന്നെ അല്ല, മെയിൻലി ഈ ഒരു ജേർണി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പടം ചെയ്യുന്നത്. ഇത്രയും നാള് കൂടിയിട്ട് ഒരു പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു 6-7 മാസം അതിന്റെ ട്രെയിനിങ്, അതിന്റെ കൂടെ ട്രാവൽ ചെയ്യുക, ആ സിനിമയുടെ കൂടെ ഒരു ഏകദേശം 1 വർഷത്തോളം ഒരു സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാന്നുള്ളത്. അപ്പൊ അത് ഒത്തിരി മീൻ ചെയ്യുന്നുണ്ട് ഈ സിനിമ. ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ ഡയറക്ടർ റഹ്മാൻ ഖാനൊക്കെ കൂടുതൽ അടുത്തറിയാൻ പറ്റി. ജിംഷിക്ക, ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഒത്തിരി സ്പെസിഫിക് ആയിട്ട് ഈ ചോദ്യം എല്ലാവർക്കും ഉള്ള ചോദ്യമാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. ആണോ? ഉണ്ടോ? ഫൈറ്റാണ് എനിക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആക്ഷൻ മൂവിയിൽ പാർട്ടാവുന്നത്. ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ അതിൽ ഇൻവോൾവ് ചെയ്ത് അത് ഷൂട്ട് ചെയ്യാനെങ്കിൽ ഞാൻ ആക്ഷൻ സീക്വൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. എനിക്ക് മറക്കാൻ പറ്റാത്തത് അതാണ്. എന്തായാലും രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇടിച്ചിട്ട് ഒരാളെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചൊരു സീനുണ്ട്. അതാണ് എനിക്ക് മറക്കാൻ പറ്റാത്തത്. ചോര വന്ന ആളെ എടുത്തോണ്ട് പോയി സ്ട്രെച്ചറിൽ എടുത്തോണ്ട് പോയി ഹോസ്പിറ്റലിലാക്കി. ഇതേപോലെ കുറെ നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു ഫൈറ്റിൽ അല്ലേ. നമ്മുടെ കൂട്ടത്തില് നസ്ലിന്റെ ഒരു ഫാൻ ബോയ് വരച്ചൊരു പടമുണ്ട്. അപ്പം ആ പടം കൊടുക്കാനായിട്ട് ഞാൻ ഫായിസിനെ ക്ഷണിക്കുകയാണ്.